നമസ്കാരം. മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ പണനഷ്ടത്തിന് യോഗമുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരും. വാഹന ഉപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണം. പൊതുവെ പറയുക, അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം എന്നതാണ് പറയുക. സ്വന്തം നിലയിൽ സ്വന്തം തീരുമാനത്തിൽ നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിക്കുന്നതും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുന്നതും സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും ഇങ്ങനെ ഏതൊരു കാര്യവും വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. ആദ്യത്തെ പകുതിയിൽ ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ഗുരുകാരണവന്മാർ നിർദ്ദേശിക്കുന്നതോ മേലധികാരി ഉപദേശിക്കുന്നതോയോ കാര്യങ്ങൾ അനുസരിച്ച് ജീവിത പങ്കാളി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചും കൊണ്ട് ഏതൊരു കാര്യത്തെയും സമീപിക്കുകയാണെങ്കിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഈ വക അനിഷ്ടാവസ്ഥകളെല്ലാം പരിഹരിച്ച് ഏറെക്കുറെ ഫലപ്രാപ്തി നേടുവാനും തൊഴിൽപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കുവാനും സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകൾ പരിഹരിക്കുവാനും പരീക്ഷയിൽ വിജയം കൈവരിക്കുവാനും എല്ലാ പ്രകാരത്തിലും നറുക്കെടുപ്പ്, സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിലൊക്കെ തന്നെ അനുകൂലമായ വിജയം കൈവരിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരും. പൊതുവെ ആദ്യത്തെ പകുതിയിൽ വളരെ ക്ലേശകരമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിലാണെങ്കിൽ പല ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് വഴി കുടുംബാംഗങ്ങളോടൊപ്പം പുണ്യതീർത്ഥയാത്രകളോ ആരാധനാലയ ദർശനമോ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ദമ്പതികൾക്ക് വിട്ടുവീഴ്ച മനോഭാവം നിർബന്ധമായിട്ടും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ നിർബന്ധമായിട്ടും വേണ്ടതാണ്. ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി രണ്ടാമത്തെ പകുതിയിൽ ആദ്യം പറഞ്ഞ പോലെ വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവയോടുകൂടി ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ കൂടി മകൻ നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.